Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ കൗവായിൽ പെയിന്റിംഗ് തൊഴിലാളി കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചു. മരിച്ചത് മലപ്പുറം പുതുക്കോട് സ്വദേശി KP സഹീർ. അപകടം സംഭവിച്ചത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് വീണ്. എട്ടിക്കുളത്ത് 20ഓളം വീടുകൾക്ക് കേടുപാട്. സംഭവം വെള്ളിയാഴ്ച വൈകുന്നേരം 4:30-ഓടെ. നേവൽ അക്കാദമി പരിസരത്ത് സ്ഫോടന ശബ്ദമുണ്ടായതായി നാട്ടുകാർ. നിരവധി വീടുകളുടെ ജനൽപ്പാളികളും വാതിലുകളും തകർന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകളുമായി ഗതാഗത വകുപ്പ്. പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം 40ആയി ഉയർത്തും. പുതിയ തീരുമാനം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. പിലാത്തറ പാപ്പിൻശ്ശേരി KSTP റോഡിൽ വീണ്ടും അപകടം പഴയങ്ങാടി ഭാസ്കരൻ പേടിക്ക ഇറക്കത്തിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച്. സംഭവം വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്ക്. 5 വർഷം മുമ്പ് അനുമതി ലഭിച്ച പരിയാരം ഫയർ സ്റ്റേഷൻ എവിടെയും എത്താതെ വിസ്മൃതിയിലേക്ക്. എങ്ങും എത്താതിരിക്കുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിൽ അത്യാവശ്യഘട്ടത്തിൽ എത്തിപ്പെടാൻ സഹായകരമാകുന്ന രക്ഷാപ്രവർത്തന സംവിധാനം. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ കൗവായിൽ പെയിന്റിംഗ് തൊഴിലാളി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. മലപ്പുറം പുതുക്കോട് സ്വദേശി KP സഹീറാണ് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ 1-ാം നിലയിൽ നിന്നും വീണ് മരിച്ചത്. പയ്യന്നൂർ കൗവായിൽ പെയിന്റിംഗ് തൊഴിലാളി കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചു. കൗവായിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ 1-ാം നിലയിൽ നിന്നും വീഴുകയായിരുന്നു. മലപ്പുറം പുതുക്കോട് സ്വദേശി KP സഹീറാണ് മരിച്ചത്. ഉച്ചയോടെയാണ് അപകടം നടന്നത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴുമല എട്ടിക്കുളത്ത് സ്ഫോടന ശബ്ദത്തെ തുടർന്ന് 20ഓളം വീടുകൾക്ക് വിള്ളൽ. നേവൽ അക്കാദമി പരിസരത്ത് സ്ഫോടന ശബ്ദമുണ്ടായത് വെള്ളിയാഴ്ച വൈകിട്ട് 4:30-ഓടെയെന്ന് നാട്ടുകാർ. നിരവധി വീടുകളുടെ ജനൽപ്പാളികളും വാതിലുകളും തകർന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30-നും 5-നും ഇടയിലാണ് ഏഴുമല നേവൽ അക്കാദമി പരിസരത്ത് നിന്നും സ്ഫോടന ശബ്ദം കേട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. ഭൂചലന സമാനമായ പ്രകമ്പനമാണ് സ്ഫോടനത്തോടൊപ്പം ഉണ്ടായത്. ഇതേ തുടർന്ന് എട്ടിക്കുളം പടിഞ്ഞാറ് 20ഓളം വീടുകളുടെ ചുവരുകളിൽ വിള്ളലുണ്ടായി. ചില വീടുകളുടെ അകത്തെ മുറികളുടെ വാതിലുകൾ തകർന്നു. ഫൈബർ വാതിൽപ്പാളികൾ പൊട്ടി. ചില വീടുകളിൽ ഫൈബർ വാതിലുകൾ പൂർണ്ണമായും അടർന്നു വീണിട്ടുമുണ്ട്. കൂടുതലും ചില കുട്ടി ചെറിയ കുഞ്ഞു വരെ കിടക്കുന്ന കുണ്ടി വരെ നെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ജോലിക്കാർ പെണ്ണുങ്ങൾ ഇന്നലെ സെബീത്തുണ്ടായിരുന്നു. ഇവിടെ അപ്പണിങ്ങനെ സ്റ്റെപ്പും വന്ന് താലിലേക്ക് വീണി ഇതിന്റെ നെടുക്കം കൊണ്ട്. അപ്പം അനിയനുണ്ടായി ഇവിടെ നിൽക്കുന്നത് വന്നിട്ട് ഇംതിയാസ് ഓരുണ്ടായിരുന്നു. അപ്പണിങ്ങ് വീകാണ്ട് നോക്കി. അപ്പോഴേക്ക് എന്തായാലും ഇതിനിപ്പോൾ കാര്യമായിട്ടില്ല, എന്താ തീരുമാനം എടുത്തേ പറ്റൂ. അത്രയും ഇതെന്ന് വെച്ചാൽ വീട് അടച്ചിട്ട് ഡോറെല്ലാം പൊട്ടിയിട്ടുള്ളത്, അടച്ചിട്ടുള്ളത്, പിന്നെ ഗ്ലാസ് എല്ലാം. ഇപ്പോൾ വാർപ്പിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മഴ വന്നാൽ നമുക്ക് മനസ്സിലാവും വാർപ്പ് കോൺക്രീറ്റ് എന്താ സംഭവിച്ചിട്ടില്ലാന്ന്. ചില്ല് ജനാലകൾ മിക്കയിടത്തും പൊട്ടിയിട്ടുണ്ട്. ജനൽപ്പാളികൾ അടർന്നു വീണിട്ടുമുണ്ട്. ചില വീടുകളുടെ കോൺക്രീറ്റ് മേൽക്കൂരയുടെ തേപ്പ് ഇളകി വീണു. മതിലുകൾക്കും വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. രാവിലെ തുടങ്ങി രാവിലെ എന്ന് പറഞ്ഞാൽ മണിക്കൂർ 3/4 മണിക്കൂർ 1.5 മണിക്കൂറത്തോളം ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ എന്ത് പരിപാടി ആയിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെല്ലാം എന്ന് വെച്ചാൽ 60 വർഷം പഴക്കമുള്ള വീടാണ്. ഒന്നാമത് ഈ നേവിന് മുട്ടിയിട്ടുള്ള വീടാണ്. അപ്പൊ എത്രത്തോളം നമുക്ക് ബാധിച്ചെന്ന് നോക്കറ. ചെറിയ കുട്ടികളില്ല, എന്തെങ്കിലും രാത്രി ഉറക്കന്നെ പെട്ടെന്ന് ആയിപ്പോയി എന്തെന്നാ ആരോട് പറയണ്ടു. CC അലീമ, ബാപ്പിൻ്റകത്ത് റഷീദ, P കുഞ്ഞലീമ, OP അബ്ദുറഹ്മാൻ, B സൈഫുനിസ, അമീറ, KV മുസ്തഫ, K മുഹമ്മദ്, P നബീസ,
എ മുസ്തഫ, MP കാസിം, MTP അഷ്റഫ്, NP ഫാത്തിബി, AK ഹക്കീം, നാലുപുരപ്പാട്ടിൽ നസീര തുടങ്ങി 20ഓളം പേരുകളുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. വൈകുന്നേരം ഞാൻ കിടന്നുറങ്ങിയാന്ന് ആ സമയത്താണ് വലിയ ശബ്ദത്തിലുള്ള ഒരൊച്ച കേൾക്കുന്നത്. ജനലെല്ലാം ഇത് ആ ഒച്ചക്ക് തുറന്നു പോയി ഫുള്ള്. പിന്നെ ഇതെല്ലാം പൊട്ടി വീണു. സീലിങ്ങിൻ്റെ എല്ലാം വളവെല്ലാം ഇളകി നിന്ന് വേസ്റ്റ് എല്ലാം ഒരുപാട് ഉള്ളിലുണ്ടായിന്. പക്ഷെ അതെല്ലാം രാവിലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കി. ഈ സ്ഫോടനം കേട്ടത് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഉമ്മ പേടിച്ചു. ഞാൻ എന്തോ വെടിപൊട്ടിയതാണെന്ന് വിചാരിച്ചു. പക്ഷെ വയ്യാന്ന് നമ്മൾ അറിയുന്നത് പുറത്തെല്ലാം ചുറ്റും നോക്കുമ്പോൾ ഇങ്ങനെയെല്ലാം നാശനഷ്ടം വന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ നേവൽ അക്കാദമി പരിസരത്ത് നിന്നും ചെറു സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയതായി പരിസരവാസികൾ പറയുന്നു. എന്നാൽ വൈകിട്ടുണ്ടായ സ്ഫോടന ശബ്ദമാണ് എട്ടിക്കുളം പടിഞ്ഞാറ് ഭാഗത്തെ ആകെ നടുക്കിയത്. ശബ്ദത്തിന്റെ കാരണമെന്തെന്ന് ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകളുമായി ഗതാഗത വകുപ്പ്. പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം 40ആയി ഉയർത്തും. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധമുയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഗതാഗത വകുപ്പ് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകളുമായി ഗതാഗത വകുപ്പ്. പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം 40ആയി ഉയർത്തും. വാഹനങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ 3 മാസം സമയം അനുവദിക്കും. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാനും സാവകാശം നൽകും. പുതിയ സർക്കുലർ അടുത്ത ദിവസം പുറത്തിറക്കുമെന്നാണ് വിവരം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധമുയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഗതാഗത വകുപ്പ് ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CITU ഉൾപ്പെടെ പ്രതിഷേധമുയർത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം മുതലാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നത്. റോഡ് ടെസ്റ്റിന് ശേഷം മാത്രം ടെസ്റ്റ് നടത്താനുൾപ്പെടെ നിശ്ചയിച്ചിരുന്നു. ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വാഹനം ഓടിക്കുക, ഡ്രൈവിംഗ്, വശം തിരിഞ്ഞുള്ള പാർക്കിംഗ്, വളവുകളിലും കയറ്റിറക്കങ്ങളിലും വാഹനങ്ങൾ ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിന്റെ ഭാഗമാണ്. പുതുതായി ടെസ്റ്റിൽ പങ്കെടുത്ത 40 പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട 20 പേർക്കുമായി 60 പേർക്ക് ലൈസൻസ് നൽകാനായിരുന്നു പുതിയ നിർദ്ദേശം. പുതിയ സർക്കുലർ വരുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് CITU പിന്നോക്കം പോയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ വീണ്ടും അപകടം. പഴയങ്ങാടി ഭാസ്കരൻ പേടിക ഇറക്കത്തിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്ക്. പിലാത്തറ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന മറ്റൊരു ലോറിയിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ലോറി ചെങ്കുത്തായ ഇറക്കത്തിൽ സമീപത്തെ ഓവുചാലിലേക്ക് പിന്നോട്ടിറങ്ങുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ഡ്രൈവർ സീറ്റിന്റെ സ്റ്റെയറിംഗ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പെട്ടെന്ന് നമ്മൾ 3 ആൾ കയറി അങ്ങനെ എടുക്കുന്നുണ്ടായ സ്റ്റെയറിംഗ് കുടുങ്ങിയിട്ടാണ് ഉണ്ടായത്. കാലിന് കുടുങ്ങിയിട്ടാണ് സ്റ്റെയറിംഗ് ഉണ്ടായത്. പെട്ടെന്ന് കണ്ടിട്ടില്ല. വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഡ്രൈവർക്ക് ഉണ്ടായിട്ടില്ല. മറ്റേ വണ്ടി റോങ് സൈഡ് വന്നതെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. കാലിന് പരിക്ക് പറ്റിയ ഡ്രൈവർ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ലോറിയിലുണ്ടായിരുന്ന മത്സ്യം ബോക്സ് ഉൾപ്പെടെ പുറത്തേക്ക് തെറിച്ചു. അപകടം നടക്കുമ്പോൾ ശക്തമായ മഴയുമുണ്ടായിരുന്നു. പ്രദേശത്തെ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. KSTP റോഡിൽ വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധയും റോഡിലെ കുഴികളും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ 2 വർഷത്തിനുള്ളിൽ 4 തവണ മോഷണം നടത്തിയിട്ടും മോഷ്ടാവിനെ പിടികൂടാൻ കഴിയാതെ പോലീസ്. CCTVയിൽ കള്ളന്റെ ദൃശ്യമടക്കം പതിഞ്ഞിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പയ്യന്നൂർ ടൗണിലെ സൂപ്പർ മാർക്കറ്റിൽ 2 വർഷത്തിനുള്ളിൽ 4 തവണയാണ് കവർച്ച നടന്നത്. 4 തവണയും നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞത് ഒരേ രൂപസാദൃശ്യമുള്ളയാളാണ്. കവർച്ച രീതിക്കും സാമ്യമുണ്ട്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ടൗണിലെ സ്കൈപ്പർ സൂപ്പർ മാർക്കറ്റിലാണ് കവർച്ച നടക്കുന്നത്. കൊണ്ടുപോയ സാധനങ്ങളെല്ലാം CCTV ക്യാമറയിൽ പതിയും വിധം കള്ളൻ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. ആദ്യ കവർച്ച നടന്നത് 2022 ഫെബ്രുവരി 20-നാണ്. 50,000 രൂപയും സാധനങ്ങളും കൊണ്ടുപോയി. 2022 ഓഗസ്റ്റ് 10-നാണ് രണ്ടാമത്തെ കവർച്ച നടത്തിയത്. 3 ലക്ഷം രൂപയും സാധനങ്ങളും അപ്പോഴും കൊണ്ടുപോയി. 2023 ഏപ്രിൽ 4-നാണ് മൂന്നാമത്തെ കവർച്ച നടന്നത്. കുറെ നാണയങ്ങളും സാധനങ്ങളും ഇത്തവണ കൊണ്ടുപോയി. ബുധനാഴ്ച രാത്രിയിലാണ് 4ാമത്തെ കവർച്ച. 25,000 രൂപയും ചാരിറ്റി ഭണ്ഡാരങ്ങൾ പൊളിച്ച് അതിലെ പണവും 12,000 രൂപയുടെ സാധനങ്ങളും കൊണ്ടുപോയി. ആദ്യം 3 തവണയും ചുമരുകളിലെ വെന്റിലേറ്റർ പൊളിച്ചാണ് കള്ളൻ അകത്തു കയറിയത്. ഇതോടെ ഉടമ വെന്റിലേറ്ററുകൾ എല്ലാം എടുത്തു മാറ്റിയതുകൊണ്ട് തന്നെ
ഇത്തവണ കയറിയത് മേൽക്കൂര പൊളിച്ച് സീലിംഗ് അടർത്തിയാണ്. അകത്ത് കയറിയ 4 തവണയും കള്ളൻ 1 മണിക്കൂറിലധികം സൂപ്പർമാർക്കറ്റിൽ ചിലവഴിച്ചിട്ടുണ്ട്. ആദ്യ തവണ മോഷണം നടത്തിയപ്പോൾ കള്ളൻ ദേഹം പുതപ്പുകൊണ്ട് മൂടിയിരുന്നു. എങ്കിലും മുഖം വ്യക്തമായി പതിഞ്ഞിരുന്നു. എന്നാൽ പോലീസിന് പ്രതിയെ കണ്ടെത്താനായില്ല. ഇത്തവണ കള്ളൻ താടിയും മുടിയും കൂടുതൽ വളർത്തിയിട്ടുണ്ട്. CCTVയിൽ പതിഞ്ഞ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നല്ലാതെ കള്ളനെ പിടിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആദ്യം നടന്ന കവർച്ചയിൽ പോലീസ് FIR ഇട്ടിരുന്നു. 2-3 തവണ കവർച്ചയിൽ പരാതി വാങ്ങി രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ആദ്യ കേസ് പ്രതിയെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിച്ചതായി പരാതിക്കാരനെ പോലീസ് അറിയിച്ചിരുന്നു. ബുധനാഴ്ച നടന്ന കവർച്ചയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 5 വർഷം മുമ്പ് അനുമതി ലഭിച്ച പരിയാരം ഫയർ സ്റ്റേഷൻ എവിടെയുമെത്താതെ വിസ്മൃതിയിലേക്ക്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചാൽ പയ്യന്നൂരിൽ നിന്നോ തളിപ്പറമ്പ്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നോ അഗ്നിശമന സേന എത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ എന്നതാണ് നിലവിലെ അവസ്ഥ. 2020 TV രാജേഷ് MLA ആയിരിക്കുമ്പോഴാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകിയത്. ഇത് പഴയങ്ങാടിയിൽ വേണമെന്നും പരിയാരത്ത് വേണമെന്നും 2 ചേരിയിൽ തർക്കം നടന്നിരുന്നുവെങ്കിലും ഒടുവിൽ സ്ഥലത്തിന്റെ ലഭ്യത കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലായതിനാൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും കടന്നപ്പള്ളി റോഡിൽ പഴയ പോലീസ് സ്റ്റേഷന് സമീപം സ്ഥലം നിർണ്ണയിക്കുകയും ചെയ്തു. ഇവിടെ അരയേക്കർ ഭൂമിയെ റവന്യൂ ഫയർഫോഴ്സ് അധികൃതർ പരിശോധിച്ച് തൃപ്തി രേഖപ്പെടുത്തി. 2021 ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവുകയും ചെയ്തു. എന്നാൽ 2021 പുതിയ സർക്കാർ നിലവിൽ വന്നതോടെ ഇവിടെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച നടപടികളൊന്നും ഉണ്ടായില്ല. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചാൽ പയ്യന്നൂരിൽ നിന്നോ തളിപ്പറമ്പ്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നോ അഗ്നിശമന സേന എത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ എന്നതാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം ചെറുകുന്ന പള്ളിച്ചാലിൽ അപകടം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനം വൈകിയത് അഗ്നിശമന സേന എത്തിച്ചേരാൻ വൈകിയത് കൊണ്ടാണെന്ന വിമർശനം ഉയർന്നിരുന്നു. എരമംകുറ്റൂർ, കടന്നപ്പള്ളി പാണപ്പുഴ, മാടായി, ചെറുകുന്ന്, കണ്ണപുരം, ചെറുതാഴം, മാട്ടൂൽ പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് ഫയർ സ്റ്റേഷൻ. അടിയന്തരമായി ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തിപ്പെട്ടു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഒരു കാലത്ത് ഒരു നാടിന്റെ ജലസംഭരണിയായിരുന്ന എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളം നാശത്തിന്റെ വക്കിൽ. പ്രദേശം കാടുമൂടിയ അവസ്ഥയിൽ കുളം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഒരു നാടിന്റെ ജലസംഭരണിയായിരുന്നു എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളം. ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രക്കുളത്തിന് ചുറ്റും കാടുമൂടിയ അവസ്ഥയാണ് ഇന്ന്. കുളത്തിന്റെ പടവുകൾ തകർന്നു വീണ അവസ്ഥയിലും. തകർന്ന കുളത്തിന്റെ പടവുകൾ പുനർനിർമ്മിക്കണമെന്നും കുളം സംരക്ഷിക്കണം എന്നും ആവശ്യപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികൾ ബന്ധപ്പെട്ട അധികൃതർക്ക് വിശദമായ എസ്റ്റിമേറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടില്ല. കുളത്തിന് സമീപത്ത് സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായും ആരോപണമുണ്ട്. ഇവിടെ നിന്ന് മദ്യപിച്ച ശേഷം മദ്യക്കുപ്പികൾ ക്ഷേത്രക്കുളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഒരു നാടിന്റെ ജലസംഭരണി കൂടിയായ ക്ഷേത്രക്കുളം നവീകരിക്കണമെന്ന് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെടുന്നു. ഈ ഒരു അമ്പലത്തിൻ്റെ എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനോട് അനുവദിച്ചിട്ടുള്ള ക്ഷേത്രക്കുളമാണിത്. അപ്പം ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. അപ്പം വരും തലമുറകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ചെയ്തു വെക്കാൻ പറ്റുന്ന കാര്യം അതാണത്. പിന്നെ ഇപ്പം തന്നെ ഇത് അവസ്ഥ കണ്ടിട്ടില്ല, വളരെ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇതിൻ്റെ. അപ്പം അതിനു വേണ്ടിയിട്ട് അധികാരികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതായിട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. ഒരു കാലത്ത് എരിപുരം നാടിന് ശുദ്ധജലം നൽകിയ എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഏറെ ദയനീയമാണ്. കൽപ്പടവുകൾ തകർന്ന ചുറ്റും കാടുമൂടിയ അവസ്ഥയാണ്. പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. ക്ഷേത്രക്കുളം നവീകരിച്ച് ആവശ്യമായ പുനരുദ്ധാരണ പ്രവൃത്തി നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണം. എരിപുരത്ത് നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാസർഗോഡ് ജില്ലാ ടെന്നിക്കോറ്റ് അസോസിയേഷനും വലിയപറമ്പ് ഇടയിലക്കാട് പ്രിയദർശിനി സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച അവധിക്കാല ടെന്നിക്കോറ്റ് പരിശീലന ക്യാമ്പ് സമാപിച്ചു. പ്രിയദർശിനി ഗ്രൗണ്ടിൽ നടന്ന സമാപന ചടങ്ങ് ടെന്നിക്കോറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ രക്ഷാധികാരി KV രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2 ആഴ്ചയോളം ഇടയിലക്കാട്ടിൽ നടന്നു വന്ന പരിശീലന ക്യാമ്പിൽ 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള 30-ൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. 17 ആൺകുട്ടികളും 15 പെൺകുട്ടികളുമാണ് കളി പരിശീലിച്ചത്. ടെന്നിക്കോറ്റ് സംസ്ഥാന പരിശീലകരായ P. ഹരികൃഷ്ണൻ എറണാകുളം, അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ KV ബിജു, ദേശീയ താരം K. വർഷ എന്നിവരാണ് 2 ആഴ്ചയായി പരിശീലനം നൽകിയത്.
പരിശീലനത്തിന്റെ സമാപന പരിപാടി ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ രക്ഷാധികാരിയും റിട്ടയേർഡ് AEOയുമായ KV രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കളി മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് പരിശ്രമിക്കും. ഒപ്പം രവി മാഷ് പറഞ്ഞതുപോലെ രാമകൃഷ്ണൻ മാസ്റ്ററുടെ ഒരു ആഗ്രഹമായിരുന്നു ഇടയിലേക്കാട്ടിൽ നിന്ന് ഇത്തരം കുട്ടികൾ വരണം, അവർക്ക് ഈ കായിക മേഖലയിൽ നിങ്ങളുടെ കായിക ഇനത്തിന് ഉന്നതമായ സ്ഥാനം കിട്ടി അതുവഴി സർക്കാർ ഉദ്യോഗം ലഭിക്കുകയാണ്. അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് MV രവി മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി K നിശാന്ത് കുമാർ, റഫറീസ് ബോർഡ് കൺവീനർ K അബ്ദുൾ ഷുക്കൂർ, അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ KV ബിജു, പ്രിയദർശിനി സാംസ്കാരിക വേദി പ്രസിഡന്റ് M ലക്ഷ്മണൻ, ബാലൻ വലിയപറമ്പ്, P രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൊയ്ത് മാട്ടൂലിലെ കൊയിലേരിയൻ പ്രിൻസി. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെ നടത്തിയ തണ്ണിമത്തൻ കൃഷി വിളവെടുപ്പ് ഉത്സവം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അജിത് മാട്ടൂർ നിർവഹിച്ചു. തണ്ണിമത്തൻ കൃഷിയിൽ മാട്ടൂലിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കാൻ ഒരുങ്ങുകയാണ് മാട്ടൂലിലെ കർഷകർ. മാട്ടൂലിലെ യുവ കർഷകനായ റിൻസിയും സഹോദരനും ചേർന്ന് ഇത്തവണ 5 ഏക്കർ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. മാട്ടൂൽ സിദ്ദിഖ് പള്ളിക്ക് സമീപത്തെ അംബേദ്കർ കോളനിക്ക് സമീപത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. എല്ലാ വർഷവും നമുക്ക് ജനുവരി 12-ന് നമ്മൾ നടലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഈ അണക്കെട്ട് തുറന്നിളക്കാത്തതുകൊണ്ട് JCB വെച്ച് തുറന്നിളക്കാത്തതുകൊണ്ട് അത് ആഗസ്റ്റിലും നവംബറിലും തുറന്നിളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മാസം മുമ്പിലേ നമുക്ക് വിളവെടുക്കാം. കാരണം ഇപ്പം ഇത് മെയ് 4 നമുക്കൊരു ജനുവരിയിൽ നമുക്ക് വിളവെടുക്കാം. ജനുവരി അവസാന വാരത്തിലാണ് കൃഷി ആരംഭിച്ചത്. പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി നടത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിക്ക് ഏറെ ദോഷകരമായി തീർന്നിട്ടുണ്ട്. യഥാസമയം പാടത്തുനിന്ന് വെള്ളം ഇറങ്ങിപ്പോകാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. തണ്ണിമത്തൻ ചെയ്തെടുത്ത് ഈ വർഷവും അതേപോലെ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഒരുപാട് വിളവ് കുറഞ്ഞൊരവസ്ഥയാണ് ഉള്ളത്. നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലസ്റ്റർ പദ്ധതി പ്രകാരം കർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ആനുകൂല്യമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അതൊരു സെൻറ്റിന് 80 രൂപ എന്നുള്ള രീതിയിലാണ് അനുവദിച്ചിരിക്കുന്നത്. തണ്ണിമത്തനോടൊപ്പം നേരത്തെ വിവിധ പച്ചക്കറികളും ഇവർ കൃഷി ചെയ്തിട്ടുണ്ട്. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിക്ക് ആവശ്യമായ സഹായം നൽകാൻ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും തയ്യാറായി. കൃഷി ഓഫീസറുടെയും മറ്റു ജീവനക്കാരുടെയും ഇടപെടൽ കർഷകർക്ക് ഏറെ ആശ്വാസകരവുമായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുന്നംഗം അജിത് മാട്ടൂൽ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ഈ കൃഷി മാട്ടൂൽ മേഖലയിൽ ഇല്ലാതായി. അതിന് ഒരു പുതിയ ഉണർവ് നൽകുന്നതിന് വേണ്ടിയാണ് മാട്ടൂൽ കൃഷിഭവന്റെയും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കർഷകർക്ക് പ്രോത്സാഹനമായി തണ്ണീർമത്തൻ കൃഷി നടപ്പിലാക്കിയത്. പക്ഷേ കാലാവസ്ഥ വളരെ മോശമായതിനാൽ വേണ്ട രീതിയിൽ ഇപ്രാവശ്യം ഈ കൃഷി നമുക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ എന്താണ്? ഇവിടുത്തെ വത്തക്ക കൃഷി ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നടന്ന ഒരു ഗ്രാമം ഇപ്പോൾ വളരെ മോശമാകുന്നതിൻ്റെ അവസ്ഥയൊക്കെ കൃഷി ഓഫീസർ സംസാരിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് തണ്ണിമത്തൻ എത്തിച്ചിരുന്നത് മാട്ടൂരിലെ വയലുകളിൽ നിന്നായിരുന്നുവെന്നും ആ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കർഷകരുടെ കൂട്ടായ്മയിൽ വീണ്ടും തണ്ണിമത്തൻ കൃഷി ചെയ്യണമെന്നും അജിത് മാട്ടൂൽ പറഞ്ഞു. മാട്ടൂൽ കൃഷി ഓഫീസർ പദ്ധതി വിശദീകരിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ B സുഷ, KJ റിൻസി, ജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രാമന്തളി ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ നിർമ്മിച്ച നോട്ട് ബുക്കുകളുടെ വിൽപ്പനയ്ക്കായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോർ NGOയും രാമന്തളി ഗ്രാമപഞ്ചായത്തും പ്രതീക്ഷ സ്കൂൾ രാമന്തളിയും സംയുക്തമായാണ് നോട്ട്ബുക്കിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷയുടെ ചിറകുകൾ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് മുഖ്യാതിഥിയായി. രാമന്തളി പഞ്ചായത്ത് അംഗം KP ദിനേശൻ അധ്യക്ഷത വഹിച്ചു. മോർ NGO ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് P ആന്റണി, സുനിത AV, ബിന്ദു നീലകണ്ഠൻ, KC അബ്ദുൽ ഖാദർ, സ്കൂൾ പ്രിൻസിപ്പൽ PV സിമി തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ നല്ലൊരു നിലയിലേക്ക് ഒരു പരിപാടി സംഘടിപ്പിക്കുകയും നമ്മൾ ഈ ഒരു പരിപാടിക്ക് പേരിട്ടതുപോലെ തന്നെ പ്രതീക്ഷ ബഡ്സ് സ്കൂളിൻ്റെ ഈ ഒരു പരിപാടിക്ക് പ്രതീക്ഷയുടെ ചിറകുകൾ വിരിച്ചുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പറന്നുയരാൻ സാധിക്കുന്ന നിലയിലേക്ക് ഒരു ബുക്ക് ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെയേറെ സന്തോഷത്തോടു കൂടി ഈ ഒരു പരിപാടി നമുക്കറിയാം, നമ്മൾ അറിയുക, നമ്മൾ മറ്റുള്ളവരെയൊക്കെ അറിയിച്ചുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള ഇടപെടൽ നിങ്ങൾ ഓരോരുത്തരും നടത്തേണ്ടതായിട്ടുണ്ട്.
ആ ഒരു നിലയിൽ ഇടപെട്ടുകൊണ്ട് പ്രതീക്ഷ ബഡ്സ് സ്കൂൾ കണ്ണൂർ ജില്ലക്കകത്ത് തന്നെ മോർ NGO വളണ്ടിയർമാരായ സന്ദീപ്, ഡിക്സൺ, നിവേദ്യ, ഷാനിബ, ടെനി, ശ്രീഷ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അണുവിമുക്ത വിഭാഗം ഇൻചാർജ് ബി മലേശൻ എഴുതിയ അണുവിമുക്ത വിഭാഗത്തിൽ ജോലി ചെയ്യേണ്ടതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ പോളിസി ആൻഡ് പ്രൊസീജിയർ എന്ന പുസ്തക പ്രകാശനം ചെയ്തു. സൂപ്രണ്ട് കെ സുദീപിന് നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമലത പ്രകാശനം നിർവഹിച്ചു. സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അണുവിമുക്ത വിഭാഗത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും അണുവിമുക്തതയെക്കുറിച്ചും അണുവിമുക്ത വിഭാഗത്തിൽ നടക്കുന്ന പ്രക്രിയയെക്കുറിച്ചും ശാസ്ത്രീയ പഠനവും പരിശീലനവും അത്യാവശ്യമാണ്. അതോടൊപ്പം അണുവിമുക്ത വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ ശരിയായ രീതിയിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനവും പഠനവും വേണം. എങ്ങനെയാണ് അണുവിമുക്ത വിഭാഗത്തിൽ ജോലി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ബി മല്ലീശൻ തയ്യാറാക്കിയ പോളിസി ആൻഡ് പ്രൊസീജിയർ എന്ന പുസ്തകം സൂപ്രണ്ട് കെ സുദീപിന് കൈമാറി. പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമലത പ്രകാശനം നിർവഹിച്ചു. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ മനോജ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദരൻ, RMO ഡോക്ടർ ഷെറിൻ, കാഷ്വാലിറ്റി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ വിമൽ റോഹൻ, ഡോക്ടർ മനോജ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അത് അത്യന്തം വളരെ പെർഫെക്റ്റായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ ഓപ്പറേഷന് വിധേയരാകുന്ന രോഗികളുടേതായാലും ഇതര രോഗികളുടേതായാലും സുരക്ഷ നമുക്ക് ആശുപത്രിയിൽ ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ആ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, വളരെ എസെൻഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൈപ്പുസ്തകമാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ പ്രഥമ കാഥികരത്ന പുരസ്കാരം കഥാപ്രാസംഗികൻ MR പയ്യേട്ടത്തിന്. മെയ് 5 ഞായറാഴ്ച പുരസ്കാരം സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പയ്യന്നൂർ പോത്താങ്കണ്ടം ആനന്ദഭവന്റെ പ്രഥമ കാഥികരത്ന പുരസ്കാരം കഥാപ്രസംഗികൻ MR പയ്യേട്ടത്തിന് സമ്മാനിക്കും. കഥാപ്രസംഗ കലയിലെ സംഭാവനകൾ പരിഗണിച്ചാണ് 22,222 രൂപയും പതക്കവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കുന്നത്. പയ്യന്നൂരിൽ ആനന്ദഭവൻ നടത്തിവരുന്ന 9 ദിവസം നീളുന്ന കഥാപ്രസംഗ മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച പുരസ്കാര സമർപ്പണം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, TM ജയകൃഷ്ണൻ, A രഞ്ജിത് കുമാർ, M രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSCF പിലാത്തറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ഷൻ പ്രവർത്തനത്തിൽ സജീവമായ പ്രവർത്തകരെയും വനിതാ ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ച വനിതാ മെമ്പർമാരെയും അനുമോദിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KCEF പിലാത്ര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇലക്ഷൻ പ്രവർത്തനത്തിൽ സജീവമായ പ്രവർത്തകരെയും ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ച വനിതാ മെമ്പർമാരെയും അനുമോദിച്ചു. പിലാത്ര ഖാദർ മിനി ഹാളിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു വോട്ടറാവുക, ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്യുക എന്നതിനപ്പുറത്ത് ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പതാകവാഹകനായി ആ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിനകത്ത് വലിയ ഭാഗവാക്കാകാൻ മുന്നോട്ട് വരിക എന്നുള്ളത് പ്രസ്ഥാനത്തിനോടുള്ള ആത്മാർത്ഥതയും കൂറും വിളിച്ചു പറയുന്നതാണ്. വൈജുലാൽ അധ്യക്ഷത വഹിച്ചു. KP ശശി അനുമോദനം നിർവഹിച്ചു. NE നിതിൻ, ശശി നരിക്കോട്, U രാമചന്ദ്രൻ, ചന്ദ്രിക സതീഷ്, ലിബിന രാജേഷ്, റീന സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുന്നരു സോക്കർ ക്ലബ് സംഘടിപ്പിച്ച 3ാമത് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പിന്റെ 4ാം ക്വാർട്ടർ ഫൈനലിൽ ബിസ്മില്ല എട്ടിക്കുളം വിജയിച്ചു. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇതോടെ അവസാനിച്ചു. കുന്നരു സോക്കർ ക്ലബ്ബ് സംഘടിപ്പിച്ച 3ാമത് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ സൂപ്പർ കപ്പിന്റെ 4ാം ക്വാർട്ടർ ഫൈനലിൽ നെരൂദ നടക്കാവിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബിസ്മില്ല എട്ടിക്കുളം വിജയിച്ചു. ബിസ്മില്ല എട്ടിക്കുളത്തിന്റെ സിനാൻ ഹീറോ ഓഫ് ദ മാച്ചിനുള്ള പുരസ്കാരം സംഘാടക സമിതി അംഗം പാറയിൽ അഭിലാഷിൽ നിന്നും ഏറ്റുവാങ്ങി. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇതോടെ അവസാനിച്ചു. ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ AHFC കരമുട്ടവും കൊമ്പൻ FC ചിറ്റടിയും തമ്മിൽ ഏറ്റുമുട്ടും. അന്നൂർ അന്തിമഹാകാളിക്കോട്ടം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് കുടിവെള്ള വിതരണം നടത്തി ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകർ മാതൃകയായി.
അന്നൂർ അന്തിമഹാകാളിക്കോട്ടം കളിയാട്ട മഹോത്സവത്തിനായി എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് അന്നൂർ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ കുടിവെള്ള വിതരണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് CK പ്രമോദ്, TV രാജേഷ്, PK ശ്രീകാന്ത് തുടങ്ങിയവർ കുടിവെള്ള വിതരണത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ കൗവായിൽ പെയിന്റിംഗ് തൊഴിലാളി കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചു. മരിച്ചത് മലപ്പുറം പുതുക്കോട് സ്വദേശി KP സഹീർ. അപകടം സംഭവിച്ചത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ 1-ാം നിലയിൽ നിന്നും താഴേക്ക് വീണ്. എട്ടിക്കുളത്ത് 20ഓളം വീടുകൾക്ക് കേടുപാട്. സംഭവം വെള്ളിയാഴ്ച വൈകുന്നേരം 4:30-ഓടെ. നേവൽ അക്കാദമി പരിസരത്ത് സ്ഫോടന ശബ്ദമുണ്ടായതായി നാട്ടുകാർ. നിരവധി വീടുകളുടെ ജനൽപ്പാളികളും വാതിലുകളും തകർന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകളുമായി ഗതാഗത വകുപ്പ്. പ്രതിദിന ലൈസൻസുകളുടെ എണ്ണം 40ആയി ഉയർത്തും. പുതിയ തീരുമാനം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. പിലാത്തറ പാപ്പിൻശ്ശേരി KSTP റോഡിൽ വീണ്ടും അപകടം പഴയങ്ങാടി ഭാസ്കരൻ പേടിക്ക ഇറക്കത്തിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച്. സംഭവം വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്ക്. 5 വർഷം മുമ്പ് അനുമതി ലഭിച്ച പരിയാരം ഫയർ സ്റ്റേഷൻ എവിടെയും എത്താതെ വിസ്മൃതിയിലേക്ക്. എങ്ങും എത്താതിരിക്കുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിൽ അത്യാവശ്യഘട്ടത്തിൽ എത്തിപ്പെടാൻ സഹായകരമാകുന്ന രക്ഷാപ്രവർത്തന സംവിധാനം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.